ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മളോടൊത്തുള്ളത് കട്ടപ്പുറം സെബാസ്റ്റ്യൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ എടത്വായി താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 30 വർഷത്തോളം അദ്ദേഹം സൗദിയിലെ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോഴദ്ദേഹം താമസിക്കുന്നത് കോതമംഗലം രൂപതയിലെ മുതലക്കോടം പള്ളിയിലെ അതിർത്തിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. സഹോദരൻ സെബാസ്റ്റ്യൻ, ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വരുന്നവരാണ്. മനസ്സ് നിറഞ്ഞെന്നൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വമിശായിരിക്കും. അപ്പോഴൊന്ന് പരിചയപ്പെടുത്താമെന്ന് കുടുംബ പശ്ചാത്തലമൊക്കെ ഒന്ന്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട്ടുപേര് കട്ടപ്പുറം, എടത്വായിലായിരുന്നു സ്വദേശം. 30 വർഷക്കാലം സൗദിയിലായിരുന്നു ഞാനും കുടുംബമായിട്ട്. ഇപ്പോൾ ഈ തൊടുപുഴ മുതലക്കോടം ഇടവകയിലെ മുതലക്കോടം പള്ളിക്ക് മുന്നിൽ താമസിക്കുന്നു. എൻ്റെ ഭാര്യ ടെസി, അത് മഞ്ഞാമറ്റം, അതായത് അയർക്കുന്നടുത്ത് മഞ്ഞാമറ്റം ഇടവ അംഗമാണ്. മക്കൾ, മൂത്ത മകൾ ശില്പ, ഭർത്താവ് മാത്യു കുരിശിങ്കൽ, രമണിയുടെയും ബാബുവിൻ്റെയും മകനാണ്. മോളും ഒരു കുഞ്ഞുമകനുണ്ട്. മകൻ്റെ പേര് ലൂക്ക. അവർ ദുബൈയിലെ സെറ്റിൽഡാണ്. രണ്ടാമത്തെ മകനുള്ളത് ഖത്തറിലെ പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാനാണ് കുടുംബത്തിലെ ഏറ്റവും ഇളയ. ഞങ്ങൾ 8 പേരായിരുന്നു. മൂത്ത 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ, അങ്ങനെ 3 പേര്. മൂത്ത പുള്ളി എന്ന് പറയും ജോസഫ്, പുള്ളി മരിച്ചുപോയി. രണ്ടാമത്തെ പുള്ളി ബേവിച്ച് എന്ന് പറയും, അദ്ദേഹം എയർഫോഴ്സിലായ ജൂനിയർ വാറണ്ട് ഓഫീസറായിരുന്നു. അതിന് ശേഷം പിന്നീടുള്ളത് ജോർജ് കുട്ടി എന്ന് പറയും. ജോർജ് കുട്ടി സംഗീതജ്ഞനാണ്, ഗാനഭൂഷണം ഒക്കെ പാസ്സായി. ഞങ്ങളുടെ അടുത്ത പള്ളിക്കോറിൽ 50 വർഷക്കാലം പള്ളിക്കോരൊക്കെ ലീഡ് ചെയ്ത ആളാണ്. സംഗീത സംവിധാനമൊക്കെയാണ്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റായി വീട്ടിൽ സംഗീത വിദ്യാലയം നടത്തുന്നുണ്ട്. അമൃതവർഷിണി സ്കൂൾ ഓഫ് മ്യൂസിക് എന്നും പറഞ്ഞ് എടുത്തുവാൻ തന്നെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇളയതെന്ന് എൻ്റെ നേരെ മൂത്തതെന്ന് പറയുന്നത് റിട്ടയർഡ് SI ആണ്. അദ്ദേഹം അരിപ്പാട്ടുനിന്ന് റിട്ടയർമെൻറ്റായി ഇപ്പം വീട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ടീച്ചറാണ്. ഈ സംഗീതാധ്യാപകൻ്റെ ഭാര്യയും ടീച്ചറാണ്. പിന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്. പിന്നെ അതുപോലെ ഞാൻ എടത്വാ കോളേജിലാണ് പഠിച്ചതൊക്കെ. പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നേതൃവാസിണ്ടായിരുന്ന KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ജില്ലാ ഭാരവാഹിയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ കോളേജിലെ ICF എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ, അതിൻ്റെ അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു, റീജിയണൽ പ്രസിഡൻ്റായിരുന്നു. കോട്ടയം റീജിയൻ്റെയൊക്കെ ഇത് ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കോളേജിൽ വെച്ച് തന്നെ ഈ കാത്തലിക് സ്റ്റുഡൻസിൻ്റെയൊക്കെ ജീവരാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെ കാത്തലിക് സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ധ്യാനം നടത്തി. തോമസ് മൂറച്ചൻ കേട്ടിരിക്കും. അന്നത്തെ ആദ്യകാലത്തെ ധ്യാനഗുരു തോമസ് മൂറച്ചനെ കൊണ്ടൊക്കെ ഞങ്ങൾ ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൗദിക്ക് വന്ന ശേഷം സൗദിയിലെ നമുക്കറിയാം, സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ്. നമുക്ക് പ്രത്യേകമായ പൗരാവകാശങ്ങളൊന്നുമില്ല. നമ്മളിപ്പം പറയുകയാണെങ്കിൽ ആടുജീവിതം ഇറങ്ങിയ ശേഷമാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ പോലെ പലർക്കും അറിയത്തില്ല. ഈ ആടുജീവിതം നോവലും സിനിമ ആയ ശേഷത്താണ് ഇപ്പോഴും അറിഞ്ഞാൽ തന്നെ അന്നത്തെ കാലത്ത് ഇതിനേക്കാളൊക്കെ വളരെ രൂക്ഷമായ ഇതുണ്ട്. ഒത്തിരി പേരെ ഇതുപോലുള്ള സംഭവത്തിനകത്ത് ഞാനൊക്കെ അവിടെ ഓവർസീസ് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന സമയത്ത് രക്ഷപ്പെടുത്തുകയും ഒത്തിരി പേരെ അത് ഇൻവോൾവ്മെൻ്റ് ആകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പോകുന്നവർ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനിടയില്ല, കൂദാശകളില്ല, വൈദികരില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ജോലി തേടി അവിടെ ചെന്നു. നമുക്ക് മറ്റൊന്നിനും ഒരു സാഹചര്യമില്ല. ഈ സത്യം പറഞ്ഞാൽ നമുക്ക് അബ്രാഹിമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൈബിളിലെ ഹഗാറിനെയാണ്. ഹഗാർ യജമാനൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അവിടെ സ്വന്തം മാതൃത്വം പോലും ഗർഭപാത്രം പോലും പണയം വെച്ചു. അതുപോലെയാണ് നമ്മൾ ജോലി തേടി സൗദി അറേബ്യയിൽ ചെന്നതാണ്. നമ്മുടെ എല്ലാം പണയപ്പെടുത്തിയ
നമുക്ക് പൗരാശങ്ങളില്ല, പറയാനൊക്കത്തില്ല, എടുക്കുന്നൊക്കത്തില്ല. പക്ഷെ അതുപോലെയാണ് അഗാർ പറഞ്ഞൊരു ഒരു വചനമുണ്ട്, എൽ റോയി, എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാൻ ഇവിടെ കണ്ടു, ഞാനും കണ്ടു. അപ്പം ഞങ്ങൾ പോയി, സത്യം പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു, ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വലിച്ചെറിയുക. അപ്പം വലിച്ചെറിഞ്ഞ് എല്ലാം കഴിഞ്ഞു നമ്മളാകെ ഡിസ്റ്റർബ്ഡായി. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞപ്പോഴും പിന്നെ പ്രാർത്ഥിക്കാനിടവില്ല, ഇങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, അതായത് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ നിത്യ സാന്നിധ്യം നമ്മളാണ് അനുഭവിക്കരുത്. കാരണം അറിയാമോ, ഡിവൈൻ ധ്യാനമണ്ഡലത്തിൽ നിന്ന് ധ്യാനം കൂടി അവിടുത്തെ അഭിഷേകത്താൽ നിറഞ്ഞ സഹോദരങ്ങൾ വന്ന് അവിടെ നേരത്തെ ഒരു കൂട്ടായ്മകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പ് മുരിങ്ങൂർ എന്ന് പറയുന്ന സഹോദരൻ, ഫിലിപ്പച്ചായനെ ഞങ്ങൾ വിളിക്കുന്നത്, ഫിലിപ്പച്ചായനും പിന്നെ തോമസ് കല്ലൂര്, കുറിയാക്കോസ്, പിന്നെ ജോസഫ് ആൻ്റണി, പിന്നെ അങ്ങനെ തോമിച്ചൻ മേപ്പുറം, പിന്നെ അങ്ങനെ പലരും, അങ്ങനെ ഒത്തിരി പേര്, ഈ സൈമൻ മാമൂട്ടിൽ തുടങ്ങിയവർ ഒക്കെ, അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ അവർ രഹസ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ അവിടെ സ്ഥാപിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ദൈവത്തെ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു. അവിടെ രഹസ്യമായിട്ട് 10 പേര് കൂടിയാൽ ഇവർ വീട്ടിലോട്ട് കയറി ചെന്നാൽ പോലീസ് പിടിക്കുവാണ്. അത്ര കണ്ട് CIDയുടെ നെറ്റ്വർക്കാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ വീടുകളിൽ പ്രാർത്ഥന വെക്കുമ്പോൾ വളരെ കുറച്ച് പേരെ രഹസ്യമായിട്ട് വീടിന് വെളിയിൽ കാവൽ നിർത്തി ഒക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥന വന്നു, അങ്ങനെ 1-2 അങ്ങനെ വന്ന് അവിടെ എല്ലാം കൂട്ടായ്മകളുണ്ടായി, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഒന്നാമത്തെ കാര്യം, വീട് വിട്ടു തരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അപ്പം എൻ്റെ ഭവനത്തിൽ തന്നെ കൂടും. നമുക്കറിയാം, കോവിഡിൻ്റെ കാലത്ത് മനുഷ്യൻ അവിടെ തന്നെ ഇരുന്നു. ഇന്നും പള്ളി പോകാത്ത ആൾക്കാരുണ്ട് അത് കാരണം പറഞ്ഞു. അതുപോലെയാണ് ആത്മീയ ജീവിതത്തിലും നിരന്തരമായിട്ട് ദൈവാഭിമുഖ്യത്തിലോ കൂതാശകളോ പങ്കെടുക്കാതിരുന്ന അവൻ ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ധ്യാനത്തിൽ കൂടി, ഞാൻ 91 അവിടെ ധ്യാനത്തിൽ കൂടി, അതിൻ്റെ ആ അഭിഷേകം, ഞാനും ജീവിത പങ്കാളിയും കൂടി ധ്യാനത്തിൽ കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ഈ ആൾക്കാരെ എല്ലാം ക്യാമ്പുകളിൽ കൂടെ കൊണ്ടു നടന്ന്, അന്നൊക്കെ പോയാലും എടുത്താലും ഒക്കെ മറ്റ് മുസ്ലിം മറ്റു ആൾക്കാർ കണ്ടാൽ എന്തിനാ വരുന്നത്, എന്തിനാ അങ്ങനെ ചോദിക്കുകയും ഒക്കെ, കൊന്ത കണ്ടാൽ വലിച്ചു പറിച്ച് ദൂരെ കളയും. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഇന്നിപ്പം കുറച്ചൊക്കെ മാറി. അങ്ങനെ ഈ കയ്യിൽ മോതിരം കണ്ടാലോ വലിച്ചു പറിച്ച് എറിയുക, പിന്നെ കൊന്ത കണ്ടാലോ എന്തിങ്ങ കണ്ടാലോ വലിക്കെറി, അങ്ങനെ ഒത്തിരി ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉള്ള ഒരു പ്രതികൂല സാഹചര്യങ്ങളിലും പ്രാർത്ഥനോന്മുഖരാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹോദരങ്ങൾ ഒത്തിരി പണപ്പെട്ടു. കാരണം അവരെ അങ്ങനെ ആത്മീയ രൂപത്തിലാക്കി. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്നിപ്പം മൈഗ്രേഷൻ്റെ കാലഘട്ടം, ഗൾഫ് കുടിയേറ്റം കഴിഞ്ഞു. ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റമാണ്. ഈ യൂറോപ്പിലെ കുടിയേറ്റത്തിൽ അവിടെ UK-യിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അയർലൻഡിലും എല്ലാം ഒരു പുത്തൻ ഉണർവും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് പോയിട്ടുള്ള സുവിശേഷ പ്രഘോഷകരാണ്. അവരാണ് അവിടെ പള്ളി ഒരുക്കുന്നത്. അത് സാക്ഷ്യം, അത് പിതാക്കന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയ ഊർജ്ജം എന്ന് പറയുന്നത് അത് പ്രതിബന്ധങ്ങളുടെ നടുവിലാണ് സഭയ്ക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പറഞ്ഞിട്ട്. അങ്ങനെ ആത്മായ പ്രേക്ഷിത അനവധി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്നു. പോലീസ് വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് 10-80 പേരോളം വീടിനകത്തുണ്ട്. ഈസ്റ്ററിൻ്റെ പ്രയറായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് അയലക്കത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, സെബാസ്റ്റ്യൻ, നിങ്ങളുടെ വീടിന് മുന്നിൽ പോലീസ് നിൽക്കുന്നു, നിങ്ങളവിടെ പ്രാർത്ഥന നടക്കുന്നതിനെ സംശയിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയചകിതരായി, ആരോടും പറഞ്ഞ് മിണ്ടണ്ട, പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യാൻ സ്വരം വെക്കാതെ എല്ലാം കൂടെ അവിടെ ഇരുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടി പോലെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു, അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന ആരംഭിച്ചു. 3ാമത്തെ രഹസ്യമായപ്പോഴേക്കും വലിയ അലാറം അടിച്ചു. ഈ വന്ന പോലീസ് ആ അലാറം അടിച്ചിടത്തേക്ക് പോയി. കാരണം തൊട്ടടുത്താണ് ലോകത്തിലെ 3ാമത്തെ റിഫൈനറി, റാസ്തനൂര റിഫൈനറി. ആ റിഫൈനറിയിലേക്ക് തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞ് ഈ പോലീസ് അങ്ങ് പോയി. പ്രാർത്ഥനയുടെ പിൻബലമാണത്. എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യ പോലെയുള്ള പ്രതിബന്ധങ്ങൾ ധാരാളം ഉള്ള സ്ഥലങ്ങളിലാണ് ലൈവായിട്ട് സുവിശേഷം പ്രചരിച്ചെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ. തീർച്ചയായിട്ടും. അവിടെ തന്നെയല്ല, അവിടെ പ്രവർത്തിച്ച നിങ്ങളെപ്പോലുള്ള ലീഡേഴ്സ്, നിങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം കിട്ടിയത് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ട്രെയിൻ ചെയ്തു എന്നല്ല സത്യം. അതാണ് ഇപ്പം ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഈ സഭ പറയാതെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ആരുടെ നിർദ്ദേശമില്ലാതെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ കൂട്ടായ്മ ഫോർമേഷൻ കഴിഞ്ഞ ശേഷം നാട്ടിൽ വന്ന് പിതാക്കന്മാരോട് പറയുകയായിരുന്നു, ഞങ്ങൾക്ക് കാറ്റക്കിസം തുടങ്ങണം, ഞങ്ങൾക്ക് ഏത് പുസ്തകം വന്ന് പൗത്യ ആദ്യം പറഞ്ഞത്. പൗത്യ അതിനുള്ള നിർദ്ദേശങ്ങൾ തന്നു, അനുസരിച്ച് ഞങ്ങൾ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നായകപ്പറമ്പിലച്ചൻ, പനക്കലച്ചൻ അവരോടൊക്കെ ചെന്ന് ചോദിച്ചു. അവർക്ക് സത്യം പറഞ്ഞാൽ ഡിവൈനും
പനക്കലച്ചനും നായികപർവ്വം തുടങ്ങിയ ആ പുണ്യാത്മാക്കൾ സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് സുവിശേഷം വളർത്താനും ഇന്നവിടെ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അതിപ്പം ഈ തുറന്നു പറഞ്ഞാൽ യാതൊരു കാര്യവും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. സൗദി അറേബ്യ ഇപ്പം റിസ്ട്രിക്ഷനുള്ള ഏരിയ ആണെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ സഭയുടെ സ്ഥാപനം വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത് ഡിവൈൻ ധ്യാനമന്ദിരവും അവിടുത്തെ ശുശ്രൂഷകളുമാണ്. കേരള സഭയിലെ നവീകരണം ഇവിടെ വന്നു, അതെല്ലാം ഇടവക തലത്തിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ തുടങ്ങി. ഇതൊക്കെ ഒരു ഒഫീഷ്യൽ സാധനമായിട്ട് വന്നു ഒരു 85 ആയപ്പോൾ. ആ സമയത്താണ് 86-87 പോട്ട ഫിനോമിന ഡെയിലി ശുശ്രൂഷ, അതിനിപ്പുറത്ത് പിന്നെ ഡിവൈൻ 87 കഴിഞ്ഞപ്പോഴേക്കും. ഇത് രണ്ടും വിൻസെൻഷൻ രൂപയിലാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ മിഷൻ്റെ അലങ്കാരം, സുവിശേഷം എല്ലാവർക്കും വന്നത് ഡിവൈനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ നല്ല ഫലമാണ് ഇപ്പോൾ സൗദി കാണുന്നത് അല്ലേ? അതിന് നിങ്ങൾ നേരിട്ട് ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാമോ? ദുരിതങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് വീട് വിട്ട് തരാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, പള്ളി പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നീട് ഇതെല്ലാം ഇതിനെ തരണം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കൂട്ടായ്മകളിൽ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. കത്തിക്കുത്തിന് വേണ്ടി വരുന്നവന് പിച്ചാത്തിയായിട്ട് വരുന്നത് മാനസാന്തരപ്പെടുന്നു, കുടുംബത്തിൽ പ്രശ്നമുള്ളവന് പ്രശ്നം തീരുന്നു, ജോലിയിൽ ഇപ്പം അവിടെ പങ്കുവെക്കാൻ ആളില്ല, പ്രത്യേകിച്ച് ആരും കേൾക്കാനില്ല. കൂട്ടായ്മയെ വരും, അവൻ കരഞ്ഞ് പങ്കുവെക്കും, ഉടനെ അവന് വിടുതൽ കിട്ടും. ഇപ്പം ഇത് കണ്ടപ്പോൾ ജനക്കൂട്ടം ഇതിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ വാസ്തവമാണ്. ഇത് കർത്താവ് ഈ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളുടെയും സ്ഥിരീകരണം സംഭവിക്കുമ്പോൾ വിശ്വാസ സമൂഹം ഉണ്ടാകും. ഈ വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. അതിൽ 5 ലക്ഷത്തിൽ പേരും മലയാളി ക്രൈസ്തവരുണ്ട് സൗദി അറേബ്യയിൽ. ഞങ്ങൾ കണക്കെടുത്ത. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് വിധേയത്തിൽ പിതാവിന് നിവേദനം കൊടുത്തു. വി നീഡ് എ പാസ്റ്റൽ കെയർ. ഞങ്ങൾക്കൊരു സമൂഹത്തിന് പാസ്റ്റൽ കെയർ വേണം, വിശ്വാസ സമൂഹത്തിന് കുദാശകൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതരുടെ കടന്നുവരവ് ഇതായി. ഇതൊന്നുമില്ലാതെ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആൻ്റണി വയ്യമ്പള്ളി അച്ഛനും പനക്കലച്ചനും കാരിസ്മയിലെ കാരിച്ചനും നായികപ്പറമ്പലു അച്ഛനും ഒക്കെ ഒരു പേടിയും കൂടാതെയാണ് സൗദി അറേബ്യ വന്നത്. അവിടെ പലരെയും പിടിച്ച് കയ്യാമം വെച്ച് ഇവൻ മർക്കോസിനെ പോലും, ഗായകൻ മർക്കോസിനെ പോലും 2 കാലിലും കയ്യിലും ചങ്ങല വെച്ചാണ് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഒരു പരിപാടി നടത്താൻ വന്നതിൻ്റെ പേര് മാത്രം. ഈ പുരോഹിതർ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുകയും ചെയ്തതിന് ശേഷം പോലും ഇന്നവരെ പിടിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ്. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന. അപ്പം അങ്ങനെ വന്ന ആൾക്കാർ ഒത്തിരി പേര് അൽമായ പ്രേക്ഷിതരുണ്ടായിട്ടുണ്ട്. ഈ അൽമായ പ്രേക്ഷിതർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ഈ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം അവിടെ ഇപ്പോൾ നവസുവിശേഷവൽക്കരണം നടന്നു. അതിന് കാരണം നമ്മുടെ കൂട്ടായ്മയാണ്. അത് പോയ പോക്ക് കണ്ടോണം. അപ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് ഒരാളുണ്ടായാൽ മതി, ആ ഭവനം രക്ഷപ്പെടും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശ്രദ്ധിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടാക്കുമെന്ന് പറഞ്ഞു നോക്കി, അവൻ പോകുന്ന രാജ്യവും രക്ഷപ്പെടും. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. അവൻ പോകുന്ന രാജ്യവും രക്ഷപ്പെടും. അപ്പോൾ ഈ പോയിരിക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഒരു നവസുവിശേഷവൽക്കരണത്തിന് കാരണമെന്ന് പറയുന്നത് ഇതുവഴി ഉണ്ടായ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞുവല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്യത്തക്ക രീതി വന്നു. അപ്പോഴേക്കും അത്ഭുതകരമായിട്ട് അവിടെ ഓയിൽ റിഫൈനറിക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന് സമാനമായ മറ്റേതെങ്കിലും സംഭവങ്ങളുണ്ടായിരുന്നു? ഗൾഫ് യുദ്ധം ഉണ്ടാകുന്ന സമയത്താണ്. അപ്പം ടെററിസ്റ്റ് അറ്റാക്ക് അവിടെ സ്ഥിരമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി പെട്രോളിയം സെൻറ്റർ എന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ സഹോദരൻ ജോസഫ് ആൻ്റണി ജോലി ചെയ്യുന്ന അപ്പം നമ്മുടെ ബ്രദർ, അദ്ദേഹം നായകപ്പുറച്ചൻ്റെ കൂടെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷനാണ്. അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ഇറങ്ങേണ്ട 10 മിനിറ്റ് താമസിച്ചു. അപ്പം ഞാൻ വിചാരമായിട്ട് അദ്ദേഹത്തെ വിളിച്ചു ഒരു ബൈബിൾ ക്ലാസ് സംബന്ധിച്ചുള്ള വിഷയത്തിന്. 10 മിനിറ്റ് താമസിച്ചുകൊണ്ട് പുള്ളിക്ക് 10 മിനിറ്റ് ലേറ്റായിട്ട് ഓഫീസിലോട്ട് വരാൻ ചെയ്തു. ആ 10 മിനിറ്റ് പുള്ളി വണ്ടി താമസിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ പോലീസും ബഹളമൊക്കെ കിടന്നു. പുള്ളിയുടെ ഓഫീസിലെ പുള്ളിക്ക് ടീ കൊടുക്കുന്ന ടീബോയ് ഉൾപ്പെടെ 3 പേരെ കൊല്ലപ്പെട്ടു ടെററിസ്റ്റ് അറ്റാക്ക് മൂലം. പുള്ളി ആ സമയത്ത് അവിടെ ചെന്നിരുന്നെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുമായിരുന്നു. അപ്പം ദൈവവഴികളിൽ സഞ്ചരിക്കുന്നവന് ദൈവത്തിൻ്റെ കരുതൽ അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എത്രയോ പ്രാവശ്യങ്ങൾ കുർബാന വർദ്ധിച്ചു. വിശുദ്ധ കുർബാനയായിട്ട് ഇവിടുന്ന് ദമാം എന്ന റിയാദിലേക്ക് ഞങ്ങൾ പോവുക. അപ്പം കാരിച്ചനായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വെച്ചു കുർബാന. അവിടുന്ന് മിച്ചം വന്ന കുർബാനയായിട്ട് കൊണ്ടുപോയത് അവിടെ വെച്ചു. ഞങ്ങൾ വേറെ അന്ന് ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ ഈ കുർബാന കാസയിലിരുന്നത് വികസിച്ച് എണ്ണം കൂടി. ഇത് അത്ഭുതമാണ്. അപ്പോൾ തൊട്ടടുത്ത് വത്തിക്കാൻ എംബസി ഉണ്ട്. അവിടെ ചെന്ന് പറയാനായിട്ട് വത്തിക്കാൻ എംബസിയിൽ നിന്ന് ഒരു സ്പാനിഷ് വൈദികനെ വിട്ടു. പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. കാരണം സൗദി അറേബ്യ പുറത്ത് പറഞ്ഞാൽ ഈ വിവരം
പബ്ലിഷ് ആകും, അത് വലിയ വിഷയമാകും. അന്ന് ഇന്നത്തെ പോലെയല്ല സാഹചര്യം. ഇത് ആരോടും പറയില്ലെന്ന് പറഞ്ഞു. അവർക്ക് വിശുദ്ധ കുർബാന വർദ്ധിച്ചത് അത്ഭുതങ്ങളുടെ അടയാളങ്ങളല്ലേ, കണ്ണിൽ കണ്ട കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ നിത്യസാന്നിധ്യമുണ്ട്. അപ്പം ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇടയിൽ അത്ഭുതം നടക്കും. കേരള സഭയിലും ഇന്ത്യ ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ കുറവാന്ന് തോന്നുന്നു, നമ്മുടെ ഡെഡിക്കേഷൻ്റെ കുറവാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ട് ആൾക്കാരെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഈ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്തിട്ട് ഒന്നുമല്ലാതായി പോകുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്കെല്ലാം കൺസേൺ ആവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യമുള്ളത്, ഇതിനു വേണ്ടി ഇറങ്ങുന്നവരെ നമ്മൾ സംരക്ഷിക്കണം. അതിന് സൗദിയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഞങ്ങളിപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഗ്ലോബൽ സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ സീനിയർ നിങ്ങളുൾപ്പെടെ എല്ലാ സീനിയറായിട്ടുള്ള അൽമായ പ്രേക്ഷകരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് അവയ്ക്ക് അവരുടെ ക്ഷേമത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, അസുഖം വന്നാൽ രോഗം വന്നാൽ ഒക്കെ ആരുമില്ല. ഞാൻ സൗദിയിൽ നിന്ന് വന്നിട്ടുള്ള പലരുടെയും തീക്ഷ്ണത വിലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീക്ഷ്ണതയുള്ള ചിലർ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ പലരും ഇതിനോടെങ്കിലും ലയിച്ച് ചേർന്ന് പോകുന്നു ഈ ലോകത്തോട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെയുള്ളൊരു അഭിഷേകമോ തീക്ഷ്ണതയോ കാണാതെ വരുന്നുണ്ട്. എന്നാൽ അവിടെ പലരും തന്നെ നിങ്ങളിൽ നിന്നും കത്തിച്ചെടുത്ത ദീപങ്ങളെ ജ്വലിച്ച് നിൽക്കുന്നവരുണ്ട്. ഇത് രണ്ടുപേരെന്ന് പരിചയപ്പെടുത്താമോ? അയ്യോ, തീർച്ചയായിട്ടും. അതായത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ഞങ്ങൾ പ്രീച്ചിങ് മിനിസ്ട്രി ഞങ്ങൾക്കുണ്ടായിരുന്നു, ഹൗ ടു പ്രീച്ച്. അപ്പം കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരത്തിൽ നിന്നുകൊണ്ട് അത് 3 രീതിയിലെ ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ലത്തീൻ, സുറ മലബാർ, സുറ മലങ്കര, പിന്നെ ഈവൻ ഓർത്തഡോക്സുകാർ പോലും നമ്മുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നു. അത് വേണമല്ലോ. എന്താ അറിയാമോ, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭൗതിക ശരീരം. ആ ഒരു ബോഡിയിലുള്ള 23 അവയവങ്ങളാണ് റീത്തുകൾ. അപ്പോൾ അത് ശിരസ്സൊന്നേ ഉള്ളൂ. അപ്പോൾ ഒരു റീത്തിലൊരു പ്രശ്നമുണ്ടായ മറ്റൊരു റീത്താണ് സഹായിക്കേണ്ടത്. അത് വാസ്തവത്തിൽ സൗദി പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കാം? അതായത് കൂട്ടായ്മയുടെ ആരംഭത്തിൽ വീട് വിട്ടു തന്നത് യാക്കോക്കാരനാണ്, തോമാച്ചൻ, ഇപ്പോൾ അമേരിക്കയിലുള്ള. പിന്നീട് നമുക്കറിയാം ആദ്യ കാലങ്ങളിൽ അവിടെ ബന്ധുക്കൂസുകാരാണ് കൂട്ടായ്മയും പരിപാടികളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അധികം പേര് പ്രാർത്ഥനാ ഉന്മുഖരായിരിക്കുന്ന ആൾക്കാർ വീട്ടിൽ നിന്ന് വിളിയുള്ളവർ അവനകത്ത് പോയിട്ടുണ്ട്. അവരെ ഒക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷത്തിന് കാരണമാണ്. അവരെന്നെ എതിർത്തു, അവർക്ക് എന്നെ എതിർക്കുകയും എന്നോട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നുമല്ല, ഒത്തിരി പേര് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുടുംബത്ത് മദ്യപാനം നിർത്തി. ഒരു കൊലയാളി കൊല ചെയ്തിട്ട് അവിടെ വന്ന ഒരാൾ, കൂട്ടായ്മയിൽ ഞാൻ ഇതിനൊന്നും അറിയുന്നില്ല, അദ്ദേഹത്തെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു, ക്ഷണിച്ചു, കൂട്ടായ്മയിൽ വന്നു, പങ്കെടുത്തു, എല്ലാം നിരന്തരമായ വചനം കേട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. ആ കൊലയാളി മാനസാന്തരപ്പെട്ടു. പിന്നീട് അവസാനം അയാൾ പോയി കോടതി പോയി സറണ്ടർ ചെയ്യുകയും പിന്നീട് നേർവഴിക്കുകയും ചെയ്തു. കടുത്ത മദ്യപാനികൾ പൈസ കൊടുക്കുന്ന ഇടപാടുകളിനകത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവനെ കത്തിക്ക് കുത്തണമെന്ന് പറഞ്ഞ് കത്തിയായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രാർത്ഥനയിൽ അന്ന് വചനം പറഞ്ഞത് ക്ഷമിക്കുക. അത് കേട്ടിട്ട് അവൻ മാനസാന്തരപ്പെട്ടിട്ട് അവൻ ഇനി ചെയ്യുന്ന സാക്ഷ്യം പറഞ്ഞ് കത്തി പൊക്കി പിടിച്ച് സാക്ഷ്യം പറഞ്ഞ് ഞാൻ സറണ്ടർ ചെയ്യുന്നു, അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഇതിൽ പേര് എന്നാ വേണ്ടത്? നമുക്ക് വേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം ചോദിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് കൂടി ഒത്തിരി പേര് ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞൊരു 5-6 വർഷം കൊണ്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അന്ന് യൂറോപ്പിലേക്ക് കുടിയേറ്റിട്ടുണ്ട്, മൈഗ്രേഷൻ യൂറോപ്പിലേക്കായിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി നല്ല ക്രീമായിട്ടുള്ള ശുശ്രൂഷകരുണ്ട്. ഇവിടെ വന്ന് പലരും ഇതിനെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി, മറ്റു പരിപാടിയിലേക്കൊക്കെ കാരണം അറിയാം, അവർക്ക് സ്പേസ് ഇല്ല. അവർ നോക്കുമ്പോൾ അവർക്ക് കയ്യിൽ കാശുണ്ട്, ഒരു സേഫ് സോണിൽ ഇരുന്നാൽ മതി, സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് പള്ളിയിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാവരും അവരുടെ കംഫർട്ട് സോണിനകത്താണ്. അത് വേറെ കൂടുതൽ എന്താണ്, ഞാൻ പലപ്പോഴും ഇവിടെ ഞാനും കണ്ടിട്ടുണ്ട്, ഇവിടെ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പള്ളിക്കകത്ത് പോലും മദ്യപാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കുന്നില്ല പലർക്കും. ഞാൻ പല അച്ഛന്മാരോട് ചോദിച്ചു, മദ്യപാനത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. കാരണം അതൊരു നമുക്കറിയത്തില്ലേ, ഒരു സാധനം യൂസ് ചെയ്ത് അതങ്ങ് യൂസ്ഡ് ആകും. ഇപ്പോൾ പാവം സദാചാരമായി, അത് സദാചാരമായി, പാവം സദാചാരമായി. അതങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കൈക്കൂലി കൊടുക്കാൻ പോകും, നമ്മൾ തെറ്റാണെന്നറിയാം. ഈ കൈക്കൂലി കൊടുക്കുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യമാണ്. അത് പിന്നെ അങ്ങനെയാണ്.
അങ്ങനെയൊക്കെയാണ് നമ്മുടെ പല കാര്യങ്ങളും അങ്ങനെ തന്നെ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സൗദി പോലുള്ളൊരു പ്രഷർ ഇവിടെ ഉണ്ടാകണം, ഉണ്ടായാലും ഇവിടെ രക്ഷപ്പെടുത്താൻ ഇവിടെ രക്ഷപ്പെടേണ്ട അങ്ങനെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ മതവർദ്ധനം ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് തോന്നുന്നത്. അത് കൺവെൻഷണൽ രീതിയിൽ, സാമ്പ്രദായിക രീതിയിൽ അതങ്ങ് പോവുകയാണ് എന്ത് കാര്യങ്ങളായാലും. യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടി ഇപ്പം തന്നെ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വിൻസെൻ്റ് പ്രവർത്തകനാണ്, AC യുടെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോയി. അപ്പോൾ അവിടെ ഭവന സന്ദർശനത്തിന് പോകുന്നിടത്തൊക്കെ കാണുന്ന കാഴ്ച ഭയങ്കര പരിതാപകരമാണ്. നമ്മളെ ഹൃദയം ഉരുങ്ങും. ഇങ്ങനെ ഈ ഭവന സന്ദർശനം നമ്മൾ സുവിശേഷമായിട്ട് ചെന്നിട്ട് അവനൊന്ന് പ്രാർത്ഥിക്കുകയും അവരെ കാര്യങ്ങൾ അവർക്ക് ഒരു കൈസഹായം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സുവിശേഷം എത്തിക്കാൻ സാധിക്കും. ആ ലക്ഷ്യത്തോടെ ആൾക്കാർ പോകുന്നില്ല എന്നാണ് കേരളം. ഒരു വീട്ടിൽ 3-4 പേര് രോഗികളാണ്. ഈ 3-4 പേര് രോഗികൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ വീട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരെ ആരാ നന്നാക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങളുണ്ടോ? ആരും ഒരു നല്ല വാക്ക് പറയും? ഇന്ന് മനുഷ്യനോട് പറഞ്ഞതൊക്കെ ഇൻട്രാക്ഷൻ കുറവാണ്. ആരാ സംസാരിക്കുന്നത്? വീട്ടിൽ സംസാരിക്കാൻ ആളുണ്ടോ? ഒത്തിരി പ്രശ്നങ്ങളാണ്. നമ്മൾ പറയും ഈ കാലികമായ സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. ധാരാളത്തെ ഒരു വശത്ത് ഇപ്പം പറഞ്ഞ നമ്മുടെ ലോക ഇൻഡെക്സും പ്രകാരം നമ്മളെത്രയാകത്ത് 114 റാങ്കാണ് പട്ടിണിയിൽ. അപ്പോൾ അവിടെയൊക്കെ സുവിശേഷം എത്താത്തതിൻ്റെ തകരാറാണ് ഈ കാണുന്നത്. അപ്പോൾ അത് എത്തിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ ആശംസിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉള്ള കേരളത്തിലെ പ്രത്യേകിച്ച് ഉള്ള മുഴുവൻ ആത്മായ പ്രേക്ഷിതരെയും സംഘടിപ്പിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകണം, തിരുത്തൽ ശക്തിയാകണം. കാരണം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മതിയായ രീതിയിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന രീതിയിൽ ചെയ്യണം. നമ്മൾ യേശുവിൻ്റെ കൈകളാണ്. നമ്മുടെ കൈകളിലൂടെയാണ് പ്രവർത്തനം നടത്തേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ. നമ്മളില്ലാതെ വേറെ ആര് പ്രവർത്തിക്കാനാ? നിങ്ങളവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം അനുഗ്രഹപ്രദമാണ്. അതേ ഒരു അഭിഷേകവും അനുഭവവും ഈ കേരള സഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മളിവിടെ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ്, ഭർത്താവ് ഒന്നെങ്കിൽ ശുശ്രൂഷകനാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് അതിനുള്ള യാതൊരു റോളില്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളും കുടുംബം എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് ആദ്യമേ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിൽ പോയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജോലിക്ക് വേണ്ടി അവിടെ പോയി. അപ്പോൾ അവിടെ കുർബാനയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പ്രാർത്ഥനയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യ കാര്യങ്ങളിലൊക്കെ ഇവിടുന്ന് വിശുദ്ധ കുർബാന റെക്കോർഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അത് കേൾക്കുമായിരുന്നു ആദ്യമേയൊക്കെ. അപ്പോൾ അതിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് ട്രാൻസ്ഫറായി ഞങ്ങൾ ദമാമിലായിരുന്നു. അവിടെ റഹിമ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കൂട്ടായ്മയൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. വീടുകളിൽ പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാനയൊക്കെ നടത്തുന്നു. അപ്പോൾ മാസത്തിൽ 2-3 പ്രാർത്ഥനകളൊക്കെ മിക്കവാറും വീടുകളിൽ വരും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ വീട് ഒരുക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശുദ്ധ കുമ്പസാരമൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി വീട് ഒരുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുക, ഇതൊക്കെ വലിയൊരു നമുക്ക് ജോലിയൊക്കെ ഉള്ളപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അതിന് ശേഷമാണ് അവിടെ ഞാനും കുറച്ച് നാളത്തെ സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ചെറിയ ശുശ്രൂഷകളൊക്കെ കൂട്ടായ്മയിൽ വായന സന്ദേശം, പ്രാർത്ഥന ലീഡ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പറയുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് സെൻറ്റ് ജോർജ് പ്രയർ ഗ്രൂപ്പ് എന്നൊരു കൂട്ടായ്മയുണ്ട്. അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും 2 തൊട്ട് 4 വരെ പ്രാർത്ഥനകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 പേരും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പ്രാർത്ഥനാ ലൈഫിൽ അങ്ങനെ ജീവിതം പോകുന്നു. ഇതുകൂടാതെ തന്നെ ബൈബിൾ ക്വിസ്, മറ്റു കാര്യങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളിപ്പോൾ ഈ ഒരു റിട്ടയർമെൻറ്റായി വന്ന പലരും ചിന്തിക്കുന്നത് അങ്ങ് സേഫ് സോണാണ്, കിട്ടുന്നതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകാം എന്നുള്ളതിനൊക്കെയാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ സൈഫിൻ ഷാ എന്ന് പറഞ്ഞൊരു നമ്മുടെ കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു മനഃശാസ്ത്ര കോളേജുണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ അക്കിനാസ് എന്ന് പറയും. വളരെ നല്ല സ്കോളറും അത് ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞർ. അപ്പോൾ അവരൊക്കെ ചേർന്ന് ഞങ്ങളൊരു ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രായമായവരും ഒത്തിരി പേരൊക്കെ ഉണ്ട്, പ്രായമായവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വാർഡിലെ ആൾക്കാരെല്ലാം കൂട്ടി വിളിച്ച് ഞങ്ങളൊരു 2 ആഴ്ച കൂടുമ്പോൾ അവർക്കൊരു എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ബൂസ്റ്റിങ്, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതി. ഒത്തിരി പേരും ദുഃഖത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ചോദിച്ചാൽ ഒരൊറ്റ വീട്ടിൽ ആളില്ല. ഉള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, പിന്നെ 2 പേരായിട്ട് താമസിക്കുന്നവരുണ്ട്.
അവർക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് ആരോടും സംസാരിക്കാനില്ല. മനുഷ്യനെല്ലാവരും മൊബൈലുമായിട്ട് ഒതുങ്ങുകയാണ്. അപ്പോൾ ആ പരസ്പരം ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ എന്നിട്ട് അത് എല്ലാവരുടെയും കൂടെ ഇൻട്രാക്ഷൻ, പ്രായമായുള്ള ഇൻട്രാക്ഷനും, പിന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഈ ക്ലാസ്സൊക്കെ എടുക്കും. അതിനിടയ്ക്ക് നമ്മളുമൊക്കെ ചെറിയ വചനങ്ങളൊക്കെ പറയും. അവരെ ഒരു പ്രാർത്ഥനോന്മുഖരും പിന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഇതുണ്ട്. നമുക്ക് കിട്ടാവുന്ന മേഖലയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുക. ഈ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഈ ജന്മം നമ്മുടെ സമയം അടുത്തിരിക്കുന്നു. ഫ്രാൻസിസ് അസീസി മരിക്കാൻ നേരത്തെ എന്നാ പറഞ്ഞത്? ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സമയം ഗുഡ്നസ് ടി വിക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഞങ്ങളടുത്ത് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് അനേകർക്ക് ഉപകാരപ്രദമാകും. പ്രാർത്ഥനയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഇനി അടുത്ത ആഴ്ചയിലെ മറ്റൊരു വ്യക്തിയുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും യേശുവിൻ്റെ സമാധാനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.